ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഒത്തുപിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ലിസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമ്മൾ തിരഞ്ഞെടുത്ത് അവരുടെ ക്രമ നമ്പർ, പേര് എല്ലാം അടക്കം നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് സമീപിക്കേണ്ടത്. അതായത് ഇലക്ഷൻ്റെ സാധാരണഗതിയിൽ വിജ്ഞാപനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് പട്ടിക വരും. ആ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിനും വെട്ടുന്നതിനുള്ള അവസരങ്ങളുണ്ടാവും. അവസരങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത്തരം കള്ളവോട്ടുകൾ നമ്മൾ ശ്രദ്ധയപ്പെടുന്നത്. അത് 75ഓളം വോട്ടുകൾ നമ്മൾ ഇങ്ങനത്തെ കള്ളവോട്ടുകൾ ഇവിടെ ഈ ബൂത്തിൽ മാത്രം നമ്മൾ ഈ ഒരു ബൂത്താണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതേമാതിരി ആയിരക്കണക്കിന് ബൂത്തുകളിൽ 1275 ബൂത്തിലും ഇതേമാതിരി കള്ളവോട്ടുകൾ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്ന് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. നമ്മളിത് മനസ്സിലാക്കിയപ്പോൾ ആ ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ വോട്ടും വെട്ടാനുള്ള അതിൻ്റെ സമയം കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ നേരിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക്